നയൻത്തിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്റർ ഒന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? നമുക്കൊക്കെ നല്ല പരിചയമുള്ള നമ്മുടെ കാർബണിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം കേട്ടോ. ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. അപ്പോൾ കാർബണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇപ്പം നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾ പല സാധനങ്ങൾ കാണില്ലേ? എല്ലാത്തിലും നമ്മൾ ചുറ്റുപാട് നോക്കി കാണുന്ന മിക്കതിലും എന്താണ്? കാർബൺ ഉണ്ടായിരിക്കും. കാർബണോ കാർബണിൻ്റെ കോമ്പൗണ്ട്സോ ആയിരിക്കും നമ്മൾ കാണുന്ന പല സാധനങ്ങളും. അപ്പോൾ ഈ കാർബണിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ് നമ്മളിവിടെ. അപ്പോൾ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 154 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കാർബണിൻ്റെ സിമ്പൽ, ആറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസി ഒക്കെ എഴുതാൻ. അപ്പോൾ നമുക്കത് നോക്കാം. കാർബണിൻ്റെ സിമ്പൽ, കാർബൺ എന്നല്ല അതിൽ ഫസ്റ്റ് ലെറ്റർ എന്താണ്? സി ആണ് അല്ലേ? അപ്പോൾ കാർബണിൻ്റെ സിമ്പൽ എന്താണ്? സി ആണ് കാർബണിൻ്റെ സിമ്പൽ. ഇനി ആറ്റോമിക് നമ്പർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ മറക്കില്ല. ഈ സി നമുക്ക് ഇതിൻ്റെ സിമ്പിൾ തന്നെ ഇതിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്ക് സി എഴുതി ഇങ്ങനെ നമുക്ക് 6 ആക്കി. അപ്പോൾ സി ഇതിൻ്റെ സിമ്പിളാണ്, ആറ്റോമിക് നമ്പർ 6 ആണ്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാലൻസി കാണണം. അതെന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു കാർബണിൽ എത്ര കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയെന്നാ പറഞ്ഞത്? 6 ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഈ കാർബണിൽ 6 പ്രോട്ടോൺസ് ഉണ്ട്, 6 ന്യൂട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. പി എഴുതിയത് പ്രോട്ടോൺ, എൻ എഴുതിയത് ന്യൂട്രോൺ, ഇ എഴുതിയത് ഇലക്ട്രോൺസിനെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് കാർബണിൻ്റെ ആറ്റത്തിൽ കിടക്കണം നമുക്ക് നോക്കാം. അപ്പോൾ കാർബൺ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഞാൻ ന്യൂക്ലിയസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാരെവിടെ ഇരിക്കുന്നത്? ഇവർ എന്താ ചെയ്യണത്? ഇവർ ഇതിന് ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് വരച്ചു. നമുക്ക് ഇതിന് ഷെല്ലെന്ന് പറയും, ഒരു റൂം പോലെ. അപ്പോൾ ആറ്റത്തിൻ്റെ കാർബണിൻ്റെ ഫസ്റ്റ് റൂമാണ്, അത് ഫസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ ആ റൂമിൽ എത്ര പേരെ കൊള്ളുന്നവരോ? 2 ഇലക്ട്രോൺസിന് മാത്രമേ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ വരച്ചു, ഇവിടെ ഒരു ഇലക്ട്രോൺ വരച്ചു. ഇനി 6ൽ നിന്നും 2 പോയി, ബാക്കി ആരുണ്ട്? 4 ഉണ്ട് അല്ലേ? അവരെവിടെ ഇരിക്കുക? അവർ അടുത്ത റൂമിലിരിക്കും, അടുത്ത ഷെല്ലിൽ. അപ്പോൾ ഈ കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണിത്. അവിടെ എത്ര ഇരിക്കും? അവിടെ എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ? അപ്പോൾ 1 2 3 4 ഇങ്ങനെ നമുക്ക് കാർബണിൻ്റെ ആറ്റത്തിനെ വരയ്ക്കാം. അപ്പോൾ ഈ 2 4 ഫസ്റ്റ് റൂമിൽ 2 ആണ്, സെക്കൻഡ് റൂമിൽ 4 ആണ്. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 4 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി വാലൻസി എന്താണെന്ന് കൂടി നമുക്ക് പറയാം. വാലൻസി അത് പറയുമ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഏതോ ഒരു എലമെൻറ്റും സ്റ്റേബിൾ ആവണത് എപ്പോഴാണ്? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര വേണം? 8 ഇലക്ട്രോൺസ് ആവശ്യമാണ്. മിക്കതിനും 8 ഇലക്ട്രോൺസ് ആണ് അവർക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചിലതിന് ഒരു ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ നമ്മൾ കാർബണിൻ്റെ പറഞ്ഞു 4 ആണ് അല്ലേ? ഔട്ടർ മോസ്റ്റ് പുറത്തിരിക്കുന്ന ഷെല്ലിൽ 4 ആളല്ലേ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഇനി അങ്ങനെ വേറെ ഏതെങ്കിലും എലമെൻറ്റ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരാളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അവർക്ക് എന്താണ്? അവർക്ക് അവരുടെ ഒക്റ്റിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് അവർക്ക് 8 ഇലക്ട്രോൺ വേണം, എന്നാലേ അവർക്ക് സ്റ്റേബിൾ ആവുള്ളൂ. അവർക്കൊരു നമുക്ക് പറയാം, അവർക്കൊരു സുഖമായിട്ട് ഇരിക്കാൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമുക്ക് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് എന്ത് വേണം? അവർക്ക് 8 വേണം. അപ്പോൾ അതിന് അവർ എന്ത് ചെയ്യും? 7 അവർ എവിടെ നിന്നെങ്കിലും ഒന്നും ഇങ്ങോട്ട് വാങ്ങിക്കും. അവർക്ക് 8 ആവാം. ഇനി അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ആണ് വിചാരിച്ചോ. 6 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവർ എവിടെ നിന്നെങ്കിലും 2 കിട്ടുമോ എന്നിങ്ങോട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അവർ 8 ആക്കാൻ നോക്കും. അതുപോലെ തന്നെ 5 ആണെങ്കിലും എവിടെ നിന്നും കിട്ടുമോ നോക്കിയിട്ട് അവർ 3 ഇലക്ട്രോൺസ് അവർ എവിടെ നിന്നും വാങ്ങിച്ച് അങ്ങനെ അവർ 8 ആക്കാൻ അവർ ശ്രമിക്കും. എന്നാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു 1 2 3 ഒക്കെ എന്താ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതിനങ്ങോട്ട് പുറത്തേക്ക് കളയും. അതായത് ഈ 2 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് എനിക്ക് വേണ്ട, നീ എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടും. അപ്പോഴും അവർക്ക് എന്താവാം? അവർക്ക് സ്റ്റേബിൾ ആവാം. പക്ഷെ നമ്മുടെ കാർബണിൻ്റെ കേസിൽ 4 ആണ് അല്ലേ? അവർക്ക് എത്രയാണ്? 8 ആണ് ആവേണ്ടത്. 4 ആണ് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. അപ്പോൾ കാർബണ് 4 വാങ്ങിക്കുകയാണെങ്കിൽ 4 വാങ്ങിക്കണം. 4 ഒക്കെ കൊടുക്കുമോ?
നമുക്ക് നോക്കാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 4 ഈ 4 തന്നെ കളയണം. 4 കളയാൻ ഭയങ്കര റിസ്ക് അല്ലേ. അപ്പോൾ കാർബണ് ഒരു ഐഡിയ കണ്ടുപിടിച്ച്. എന്താണെന്നറിയോ, കാർബണ് 4 ഷെയർ ചെയ്തിട്ട് പങ്കിട്ടെടുക്കും. അതിനാണ് പറയുക നമ്മൾ കാർബണിൻ്റെ ബോണ്ടുകൾ എങ്ങനെ അറിയോ, കോവാലന്റ് ബോണ്ട്. അതിനെന്താ നമ്മൾ പറയുക, കോവാലന്റ്. അത് അവരെന്ത് ചെയ്യുക, അവർ പൂർണ്ണമായിട്ടും കൊടുക്കില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക ചെയ്യാം. അപ്പോൾ കാർബണിൻ്റെ വാലൻസി, കാർബൺ എത്ര ഇനി വേണ്ടത്, 4 വേണം അല്ലേ. കാർബണിൻ്റെ 8 വേണം, 8 ആവും വേണം, കാർബൺ 4 വേണം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് പറയാം കാർബണിൻ്റെ വാലൻസി എത്രയാണ്, 4 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം 2 4 എന്ന് എഴുതാം. ഇനി കാർബണിൻ്റെ വാലൻസി നമ്മൾ എത്ര പറഞ്ഞത്, കാർബണിൻ്റെ വാലൻസിയാണ് 4. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കാർബൺ എന്ത് പറയണമെന്ന് അറിയോ, കാർബൺ നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് നമുക്ക് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബൺ എന്ത് വേണം, ഔട്ടർമോസ്റ്റ് 4 ഇലക്ട്രോൺസ് ആണ്, അതിൻ്റെ വാലൻസി 4 ആയതുകൊണ്ട് അതിന് എന്ത് വേണം, ഇനി 4 ഇലക്ട്രോൺസ് കൂടി ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ 4 ഇലക്ട്രോൺസ് മിക്കപ്പോഴും കൊടുക്കണ കുറച്ച് പേരാണ്. അതിൽ മെയിൻ ആളാണ് നമ്മളെ ഹൈഡ്രജൻ. ആകെ ഒരു ഇത്തിരി കുഞ്ഞനാണ്. ഹൈഡ്രജൻ ആകെ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഈ കാർബണിൻ്റെ കൂടെ വന്നിട്ട് കമ്പനി അടിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കാർബൺ 4 ഹൈഡ്രജൻ വന്നിട്ട് കാർബണിൻ്റെ കൂടെ കൂടിയാൽ എന്ത് ചെയ്യും, 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും കിട്ടിയില്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഹൈഡ്രജൻ ആണെങ്കിൽ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, ആ ഷെല്ലിൽ കംപ്ലീറ്റ് ആവാൻ 2 ഇലക്ട്രോൺസ് ആവശ്യമുള്ളൂ. അപ്പോൾ കാർബൺ അങ്ങോട്ടും കൊണ്ട് ഷെയർ, കാർബണിൻ്റെ 1 അങ്ങോട്ട് കൊടുക്കും, അവിടെ നിന്ന് 1 ഇങ്ങോട്ട് വാങ്ങിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും, അവർക്ക് അവിടെ ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. എന്താ പറയുക, കോവാലന്റ് ബോണ്ട്. അപ്പോൾ കാർബൺ എന്ത് ബോണ്ടാണ് ഫോം ചെയ്യുക, കാർബൺ ക്യാൻ ഫോം കോവാലന്റ് ബോണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈഡ്രോ കാർബൺസ് നോക്കാം. ഹൈഡ്രോ കാർബൺ, അതായത് ഹൈഡ്രോ കാർബണിൽ ആരെല്ലാം ഉണ്ടാവും, ഹൈഡ്രജനും കാർബണും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു കാർബൺ വരച്ചു, കാർബണിന് 4 കൈകളുണ്ടെന്ന് വിചാരിക്കാം, 4 കൈകൾ. അപ്പോൾ എന്താണ്, കാർബൺ 4 അല്ലേ അവിടുത്തെ വാലൻസി. അപ്പോൾ കാർബണിന് 4 ഇലക്ട്രോൺസിന് ആവശ്യമാണ് ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഹൈഡ്രജൻ ഇതാ ഇവിടെ വന്നിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെ കൈ കൊടുത്ത് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്, ഒരു ഹൈഡ്രജൻ ഇവിടെ കയറിയിരുന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ. അപ്പോൾ ദാ ഇതെന്തായി, അപ്പോൾ നോക്ക്, ഈ ഓരോ കാർബണ് ഓൾറെഡി 4 ഉണ്ട്, അതിൻ്റെ കൂടി ഇവർ ഷെയർ ചെയ്താൽ ഹൈഡ്രജൻ ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ എന്തായി, കാർബൺ 8 ഇലക്ട്രോൺസ് ആയി അല്ലേ. അതുപോലെ ഹൈഡ്രജൻ ആണെങ്കിൽ എന്താണ്, ആകെ 1 ഉള്ളൂ, കൂടി ഇയാൾ കൊടുത്ത 2 ഒന്നുകൂടി ആകുമ്പോൾ 2 ആയി. അപ്പോൾ ഹൈഡ്രജനും ഹാപ്പി, കാർബണും ഹാപ്പി. ഇനി ഹൈഡ്രോ കാർബണിൽ പേജ് നമ്പർ 154 വാട്ട് ആർ ദ കോൺസ്റ്റന്റ് ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ എന്തെല്ലാം ഉണ്ട്, കാർബൺ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. യെസ്. അതുപോലെ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഈ കാർബണും ഈ ഹൈഡ്രജൻ തമ്മിലുള്ള ഇവിടുത്തെ ബോണ്ട് ഏതാണ്, കോവാലന്റ് ബോണ്ട്. ഏത് ബോണ്ടാണ്, കോവാലന്റ് ബോണ്ടാണ്. അതായത് എന്താണ്, അവർ ഷെയർ ചെയ്യുക, അവർ പങ്കിട്ടെടുക്കുക, അതിന് നമ്മൾ പറയുക കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ഇനി ഡു യു നോ എനി അതർ കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ. നമുക്കിതാ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, വേറൊരാളാണ് ഇതാ ഒരു കാർബൺ ഇങ്ങനെ. അപ്പോൾ എത്ര ഉണ്ട്, 2 കാർബൺ ഉണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഓരോ കാർബൺ എത്ര എണ്ണം വേണം, 4 എണ്ണം വേണം. 4, അവർക്ക് 4 ഹാൻഡ്സ് ആണുള്ളത്, അവർ ഷെയ്ക്കാൻഡ് കൊടുക്കാൻ അവർക്ക് 4 ആൾ വേണമെന്ന് വിചാരിക്കാം, അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ നോക്ക്, ഈ കാർബണിൻ്റെ കേസ് എടുത്താൽ ഈ കാർബൺ എന്താ ഒന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ബാക്കി എത്രയുണ്ട്, 1 2 3 കൂടി ഉണ്ട് അല്ലേ. ഈ കാർബൺ ആണെങ്കിലോ ഒരാൾ 1 ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി എത്രയുണ്ട്, 1 2 3 ഇങ്ങോട്ട് 4 ആയി. അപ്പോൾ ഈ 2 കാർബണും എന്തായി, അവർക്ക് അവരുടെ 4 ഇലക്ട്രോൺസ് കിട്ടി. അപ്പോൾ അവർ ഹാപ്പിയായി. ഇനി ഇതിനെന്താണ്, ഇത് സിംഗിൾ ബോണ്ടാണ്. ഇതെന്താണ്, സിംഗിൾ ബോണ്ട്. ഇനി ഡബിൾ ബോണ്ട് എന്താ നമുക്ക് നോക്കാം. 2 കാർബൺസ് ഉണ്ട്. ഈ കാർബൺ എന്ത് ചെയ്തു, കാർബണ് 2 കൈകൾ ഈ കാർബണ് കൊടുത്തു. ഈ കാർബണ് 2 കൈ ഇങ്ങോട്ട് കൊടുത്ത്, 2 കൈ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്ത് അവർ ഷേക്ക് ഹാൻഡ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇനി ഈ കാർബണിൻ്റെ കേസ് എടുത്താൽ 2 ആളും ഇയാൾക്ക് കൊടുത്തു. ഇനി ബാക്കി 4 ആണ് വേണ്ടത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്. ഇനി ഇയാളുടെ കേസിൽ എന്താണ്, 2 എണ്ണം ഇങ്ങോട്ട് കൊടുത്തു, ഇനി ബാക്കി എത്ര ഉണ്ട്, 2 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ 2 പേരും ഹാപ്പി. അപ്പോൾ ഇനി അടുത്ത് ഇതാണ് ഡബിൾ ബോണ്ട്. നോക്ക്, കാരണം 2 എണ്ണം ഒരേ ആൾക്ക് ഈ കാർബണ് കൊടുത്തു അല്ലേ. ഇനി അടുത്ത ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 2 കാർബൺ എന്നിട്ട് എന്ത് ചെയ്തു, 3 എണ്ണം ഇങ്ങോട്ട് കൊടുത്തു. അതായത് 3 ഹാൻഡ്സും അങ്ങോട്ട് ഒരാൾക്കേ കൊടുത്തു, അടുത്ത കാർബണ് കൊടുത്തു. അപ്പോൾ ഈ കാർബൺ എടുക്കുമ്പോൾ 3 ആൾ ഇങ്ങോട്ട് പോയി, ഇനി ബാക്കി എത്രയുള്ളത്, 1.
ഈ കാർബൺ എടുക്കുമ്പോൾ 3 ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി എത്ര ഉള്ളത് 1. അപ്പോൾ നമുക്ക് രണ്ടുപേരും ഹാപ്പി. അപ്പോൾ ഇത് സിംഗിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്, ഇത് ട്രിപ്പിൾ ബോണ്ട്. മനസ്സിലായോ? ഇത് സിംഗിള്, ഇത് ഡബിള്, ഇത് ട്രിപ്പിള്. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോ കാർബൺസ് ആർ കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് നമ്മൾ പറയും അതെന്താണ്? ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ്. ഇനി നമുക്ക് ഈ ഹൈഡ്രോ കാർബൺസ് 2 തരത്തിലുണ്ട്. എന്താണ്? ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, സാച്ചുറേറ്റഡ്. അതുപോലെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രോ കാർബൺസ് നമ്മൾ എത്രയും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും. ഇനി നമുക്ക് അതിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് ഏതാണ്? നമുക്ക് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഒന്ന് നോക്കാം. അപ്പോൾ സാച്ചുറേറ്റഡ് ഞാൻ എന്താ ഇയാളെ ഒന്നും കൂടി ഇങ്ങോട്ട് വരയ്ക്കാണ്. ഒരു കാർബണിന്റെ കൂടെ 4 ഹൈഡ്രജൻസ് ഉണ്ട്. ഇതാ ഇനി ഇവിടെ ടെക്സ്റ്റില് പേജ് നമ്പർ 155 155 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? റൈറ്റ്, ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ഇവിടെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ എന്താണ് മോളിക്കുലാർ ഫോർമുല എങ്ങനെ എഴുതാം? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? അവിടെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ. ഇനി എത്ര കാർബൺ ഉള്ളത്? ആകെ ഒരു കാർബണേ ഉള്ളൂ അല്ലേ? ഹൈഡ്രജൻ എത്രയാണ്? 1 2 3 4 കാർബൺസ് ഉണ്ട്, സോറി ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ ഈ 1 നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? CH4. ഇതാണ് ഇതിന്റെ എന്ത്? മോളിക്കുലാർ ഫോർമുല. മനസ്സിലായോ? ഇനി അതുപോലെ അവിടെ തന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ ദിസ് കോമ്പൗണ്ട്. ഇവിടെ ഏത് തരത്തിലുള്ള കോവാലന്റ് ബോണ്ട് ആണുള്ളത്? കാർബൺ കോവാലന്റ് ബോണ്ട് ഉള്ളത് നമുക്കറിയാം. ഇവിടെ ഏതാണ്? ഇവിടെ സിംഗിൾ ബോണ്ടാണ് അല്ലേ? ഇതല്ല ഇതുപോലല്ലേ? ഇതുപോലെ അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇതെന്താണ്? സിംഗിൾ ബോണ്ടാണ് നമുക്ക് പറയാം. ഇനി ഞാൻ അടുത്തൊരു കോമ്പൗണ്ട് വരയ്ക്കുകയാണ്. അതിൽ 2 കാർബൺ ഉണ്ട്. 2 കാർബൺ. ഇനി നോക്ക്, ഇവിടെ ഈ കാർബൺ 1 ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി 3 ഇവിടെ ഉണ്ട്. ഇവിടെ ബാക്കി 3. എല്ലാത്തിലും ആരാണുള്ളത്? ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ എല്ലാത്തിലും ഹൈഡ്രജൻ ഉണ്ടാവാം. ഇനി ഇവിടെ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്ക് എഴുതി നോക്കാം. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ കാർബൺ C2 എന്ന് എഴുതി. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3, ഇവിടെ 3 3 + 3 6. അപ്പോൾ H6 കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് പറയാം ഇതിന് വേറെ രീതിയിലും കൂടെ നമുക്ക് എഴുതാം. എങ്ങനെ നമുക്ക് എഴുതണം? ആദ്യത്തെ കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻസ് അല്ലേ? ഫസ്റ്റ് കാർബൺ, അതിൻ്റെ കൂടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH3 എന്ന് എഴുതി. ഇനി ഇവിടെ ബോണ്ട് എന്താണ്? ഇതാ സിംഗിൾ ബോണ്ടാണ്. ആ സിംഗിൾ ബോണ്ട് നമ്മളിവിടെ വരച്ച് ഇപ്പുറത്തും എന്തുണ്ട്? C ഉണ്ട്, 3 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ CH3. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3. ഇതെന്താണ്? ഇതിന്റെ മോളിക്കുലർ ഫോർമുല ആണ്. അപ്പോൾ ഇതിനൊരു പേരുവാണല്ലോ. ഇതെന്താണെന്നറിയോ? ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയും. എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുല. ഇത് ഇതിന്റെ മോളിക്കുലാർ ഫോർമുലയാണ്. ഇത് ഇതിന്റെ കണ്ടൻസ് ഫോർമുലയാണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 156 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് കാർബൺസ്, സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്, കണ്ടൻസ് ഫോർമുല, മോളിക്കുലാർ ഫോർമുല ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് നമ്പർ ഓഫ് കാർബൺസ്. ഒരു കാർബൺ മാത്രമാകുമ്പോൾ ഒരു കാർബൺ, ഈ കാർബണിന് 4 ഹാൻഡ്സിലും ആര് പിടിച്ച്? ഹൈഡ്രജൻസ് പിടിച്ച്. ഇനി ഇതിന്റെ കണ്ടൻസ് ഫോർമുല അങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. കണ്ടൻസ് ഫോർമുല എഴുതാണ്. എന്ത് ചെയ്യാം? ഒരു C ഉണ്ട്, അതിന്റെ കൂടെ 4 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ CH4. ഇനി ഇവിടെ മോളിക്കുലർ ഫോർമുല ആണെങ്കിലും എങ്ങനെയാണ്? ഒരു കാർബൺ 4 ഹൈഡ്രജൻ. അപ്പോൾ CH2 ഫസ്റ്റ് ഇതിന്റെ കേസിൽ ഒരു കാർബൺ ആവുമ്പോൾ എന്താണ്? കണ്ടൻസ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും സെയിം ആണ്. ഇനി അടുത്ത കേസിലൊന്നും അങ്ങനെ വരില്ല കേട്ടോ. അടുത്ത കേസിൽ 2 കാർബൺ ഉണ്ടാവുമ്പോൾ 2 കാർബൺ പറഞ്ഞാൽ എങ്ങനെ? 2 കാർബൺസ് വരച്ച് ഇനി എന്ത് ചെയ്യാം? ബാക്കിയുള്ള അവർക്ക് ഹൈഡ്രജൻസ് കൊടുക്കാം. ഈ കാർബണിന്റെ ഒരു ബോണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞു. ഇനി എത്രയുണ്ട്? ഇനി 3 ഉണ്ടാവും അല്ലേ? കാരണം ടോട്ടൽ 4 അല്ലേ? അപ്പോൾ 1 2 3 4. ഇനി ഈ കാർബൺ 1 ഇങ്ങോട്ട് പോയി, ബാക്കി എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ? ഇനി എല്ലായിടത്തും എന്ത് വരച്ചു കൊടുക്കാം? ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കണ്ടൻസ് ഫോർമുല നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കാർബൺ 3 ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ 1 കാർബൺ 3 ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടാണ്. അടുത്തതാ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 1 കാർബൺ
3 ഹൈഡ്രജൻ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ എത്ര കാർബൺസ് ഉണ്ട്? 2 കാർബൺ. അപ്പോൾ C2. എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 6 ഹൈഡ്രജൻ. അപ്പോൾ H6. അപ്പോൾ C2 H6 വന്നു. ഇനി അടുത്ത കേസിൽ ഈ തേർഡില് 3 കാർബൺസ് എന്ത് ചെയ്യാം? എല്ലാവർക്കും 4 ഹാൻഡ്സ് വരച്ചെടുക്കുക. ഒരു ഹാൻഡ് ഇങ്ങോട്ട് വരച്ച് ഇയാളുടെ. അപ്പോൾ ഇതാ ഇങ്ങനെ. അപ്പോൾ 4 ആയി. ഇനി നോക്ക്, ഈ നടുവിലിരിക്കുന്ന ഈ മിഡിലിരിക്കുന്ന കാർബണ് ഒരാൾ ഇങ്ങോട്ടും കൊടുത്തു, ഒരാൾ ഇങ്ങോട്ടും കൊടുത്തു. ഇനി അപ്പോൾ 2 ബാക്കി ആവശ്യമുള്ളൂ. ആ 2 ഇതാ ഇവിടെ വരച്ചു. ഇനി ഇയാൾക്ക് 1 ഇങ്ങോട്ടുണ്ട്, ബാക്കി 3 ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാ ഇതിലും ഹൈഡ്രജനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോമിൽ എഴുതാൻ ഫസ്റ്റ് ഇതാ ഇയാള് എന്താണ്? ഫസ്റ്റത്തെ കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻസ്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട്. നെക്സ്റ്റ് കാർബണിന്റെ കൂടെ ആകെ 2 ഹൈഡ്രജനേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് CH2 എഴുതാം. തേർഡ് കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് CH3 എന്ന് എഴുതാം. അപ്പൊ CH3 CH2 CH3. ഇനി എവിടെ നമുക്ക് ഇവിടുത്തെ കണ്ടൻസ് ഫോമിൽ എഴുതാൻ നോക്കുമ്പോൾ എങ്ങനെ മോളിക്കുലർ ഫോമുല കാർബൺ എത്രയുണ്ട്? 3 കാർബൺസ് ആണ്. ഇനി ഹൈഡ്രജൻ എത്രയാണ്? 3 + 2 5 5 + 3 8. അപ്പോൾ C3H8 കിട്ടി. മനസ്സിലായോ? ഇനി നാലാമത്തെ കേസിൽ 4 കാർബൺ 4 കാർബൺസ് ഉണ്ട്. അതുപോലെ ഈ 4 കാർബൺസ് എന്ത് കൂട്ട് കൊടുക്കണം? നമ്മൾ ഇവിടെ ഇതാ 1 ഇങ്ങോട്ട് പോയി, ബാക്കി 3 ഇവിടെ. ഈ കാർബണിന്റെ 2 ഇവിടെ ഉണ്ട്, ബാക്കി 2 ഉണ്ടാവുള്ളൂ. ഈ കാർബൺ ഇതാ 1 2 ഉണ്ട്, ഇനി 3 4. ഈ കാർബൺ 1 ഉള്ളൂ, അപ്പോൾ 2 3 4. ഇനി എല്ലായിടത്തും എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ചേട്ടനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോമിൽ എഴുതാൻ ഫസ്റ്റ് കാർബൺ എടുത്തു. ആ കാർബണിന്റെ കൂടെ എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 1 2 3. അപ്പോൾ അതാ CH3 സിംഗിൾ ബോണ്ട്. അടുത്ത കാർബൺ സെക്കൻഡ് കാർബൺ എത്രയാണ്? 2 ഹൈഡ്രജനേ ഉള്ളൂ അല്ലേ? അപ്പോൾ CH2. നെക്സ്റ്റും അതുപോലെ തന്നെ ഈ കാർബണിന്റെ കൂടെ 2 ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ CH2. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണിന്റെ കൂടെ CH3 ആണുള്ളത്. ഇനി അവിടെ നമ്മൾ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ എത്ര കാർബൺസ് ഉണ്ട്? C4 ആണുള്ളത്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 2 5 5 + 2 7 7 + 3 10. അപ്പോൾ H10 കിട്ടി. ഇനി 5 കാർബൺസ് ആകുമ്പോൾ 1 2 3 4 5. ഇനി എന്ത് ചെയ്യാം? എല്ലാവർക്കും ഇയാളുടെ ഒരു ഹാൻഡ് ഇങ്ങോട്ട്. അപ്പോൾ ഇനി എത്ര വേണം? 4 വേണം. അപ്പോൾ 1 ഇവിടെ ഉണ്ട്, 2 3 4. ഇയാൾക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 4. ഇയാൾക്ക് ഇതാ 1 2 ഉണ്ട്, 3 4. ഇയാൾക്ക് 1 2 ഇവിടെ ഉണ്ട്, 3 4. ഇയാൾക്ക് 1 മാത്രമേ ഉള്ളൂ, അപ്പോൾ 2 3 4. സിമ്പിൾ അല്ലേ? ഇതാ എല്ലായിടയ്ക്കും ഹൈഡ്രജൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കണ്ടൻസ് ഫോമിൽ എഴുതാം. ഫസ്റ്റ് കാർബണിന്റെ കൂടെ എത്രയാണ്? 3 ഹൈഡ്രജൻ. അപ്പോൾ CH3. നെക്സ്റ്റ് ഉള്ള 3 ആളുടെ കൂടെയും 2 ഹൈഡ്രജൻസ് ആണ് അല്ലേ? ഇയാളുടെ കൂടെയും 2 ഹൈഡ്രജൻ, ഇയാളുടെ കൂടെയും 2 ഇയാളുടെ കൂടെയും 2. അപ്പൊ നമുക്ക് എഴുതാം CH2 CH2 CH2. ഈ ലാസ്റ്റ് ആളുടെ കൂടെ 3 ഹൈഡ്രജൻസ്. അപ്പോൾ CH3 എഴുതി. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ C5 ആണ് അല്ലേ? കാർബൺ 5 ആണ്. ഇനി ഇതിന്റെ ഹൈഡ്രജൻ എത്രയാണ്? 3 + 2 5 5 + 2 7 7 + 2 9 and + 3 12. അപ്പോൾ C5H12 കിട്ടി. ഇനി ഒരാളെ കൂടെ നോക്കാം. 6 കാർബൺസ് ആകുമ്പോൾ 1 2 3 4 5 6. എല്ലാവർക്കും എന്ത് ചെയ്യാം? ഇതാ ഹൈഡ്രജൻ ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റും ലാസ്റ്റ് മാത്രം CH3, ബാക്കി ഇടയിലുള്ള 4 CH2. അപ്പം എങ്ങനെ എഴുതാം? CH3 പിന്നെ 4 CH2. 1 2 3 4 പിന്നെ ഒരു CH3. അങ്ങനെയല്ലേ വരിക? ഇനി ഇതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ C6 ആണ്. അതുപോലെ ഹൈഡ്രജൻ എത്ര വരും? 3 + 2 5 5 + 2 7 7 + 2 9 9 + 2 11 11 + 3 14. അപ്പോൾ H14 വന്നു. അപ്പോൾ നോക്ക്, അപ്പോൾ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ആയി. നമ്മൾ എല്ലാത്തിൻ്റെയും കണ്ടൻസ് ഫോമിലെയും മോളിക്കുലർ ഫോമിലെയും കണ്ടുപിടിച്ച് വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എല്ലായിടത്തും എന്താണ്? സിംഗിൾ ബോണ്ടാണ് അല്ലേ? സിംഗിൾ ബോണ്ടാണ്. ഇവിടെയും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്നില്ല. ഇങ്ങനെയുള്ള കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള സിംഗിൾ ബോണ്ട് മാത്രം വരുന്ന ഇതിന് നമ്മൾ പറയും അവരെന്താണ്? ആ കോമ്പൗണ്ട്സ് നമ്മൾ പറയും അവരെന്താണ്? ആൽക്കീൻസ് ആണ്. അവരാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് അവിടെ ആരാണ്? അവർ ആൽക്കീൻസ്. അപ്പോൾ നമുക്ക് എഴുതാം
അപ്പോൾ ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ഹാവിംഗ് ഓൺലി സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ് ആർ കാൾഡ് ആൽക്കെയിൻസ്. എന്താ പറയുക? ആൽക്കെയിൻസ്. KANES. KANES. അപ്പോൾ ഇങ്ങനെയുള്ള ആൽക്കെയിൻസ് നമ്മൾ പറയും ഇവരെന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണെന്ന് പറയും. എന്താണ് പറയുക? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അപ്പോൾ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അവർ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. അവരുടെ ബോണ്ട് എങ്ങനെ ഉണ്ടാവുക? സിംഗിൾ ബോണ്ട് ആണ്. അപ്പോൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ് ആയിരിക്കും. അത് നമ്മൾ പറയും ആൽക്കെയിൻസ് എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ഇവിടെ നോക്കാണ്ട്, ഈ ആൽക്കെയിൻസ് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പേജ് നമ്പർ 157 കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് കൂടെ വെക്കണേ. അപ്പോൾ എന്താണ്? ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ആൻ ആൽക്കീൻ ഹാവിംഗ് 1 കാർബൺ ആറ്റം. അപ്പോൾ നമ്മളിപ്പോൾ വരച്ച് നമുക്ക് നോക്കാം. 1 കാർബൺ ആറ്റം ആവുമ്പോൾ, അതായത് ഒരു കാർബൺ ആറ്റം ആയപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇനി അടുത്തതിൽ ഒരു ആൽക്കീനാണ് 2 കാർബൺ ആവുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ എത്രയായി? 6 ആയി. 3 കാർബൺസ് ആയപ്പോൾ ഹൈഡ്രജൻ 8 ആയി. 4 ആയപ്പോൾ 10 ആയി. ഇങ്ങനെയല്ലേ വന്നത്? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ്? വാട്ട് നമ്പർ ഈസ് ആഡഡ് ടു ട്വൈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ടു ഗെറ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ 1 കാർബൺ മാത്രം ആവുമ്പോൾ, ഒരു കാർബൺ നമ്പർ 1 ആവുമ്പോൾ ഹൈഡ്രജൻ എത്രയായി? ഇവിടെ 1 2 3 4 ഹൈഡ്രജൻ ആയി അല്ലേ? 4 ഹൈഡ്രജൻ ആയി. ഇനി കാർബൺ 2 ആയി എന്ന് വിചാരിച്ചോ. അപ്പോൾ കാർബൺ 2 ആയി. അപ്പോൾ ഹൈഡ്രജന്റെ നമ്പർ എത്രയായിരിക്കും? കാർബണിന്റെ നമ്പർ 2 ആവുമ്പോൾ ഹൈഡ്രജന്റെ നമ്പർ എത്രയാണ്? 1 2 3 4 5 6. ഹൈഡ്രജൻ 6 ആയി. ഇനി കാർബൺ 3 ആവുമ്പോൾ ഹൈഡ്രജൻ എത്രയാണ്? എന്താ? കാർബൺ 3 ആയപ്പോൾ ഹൈഡ്രജൻ 1 2 3 4 5 6 7 8 ആയി ആണല്ലോ. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ കാർബണിന്റെ നമ്പറിന്റെ ട്വൈസിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് ഹൈഡ്രജന്റെ നമ്പർ കിട്ടിയത്? ട്വൈസ് പറഞ്ഞാൽ ഇരട്ടി. കാർബണിന്റെ നമ്പർ 1 ആയപ്പോൾ 1ന്റെ ട്വൈസ് പറഞ്ഞാൽ 2 ആണ്. ഈ 2ലൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുക? 2ലൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഹൈഡ്രജൻ നമ്പർ കിട്ടുക അല്ലേ? ഇനി ഈ കാർബൺ 2 ആവുമ്പോൾ 2ന്റെ കാർബണിന്റെ നമ്പർ ട്വൈസ് എടുക്കുക. അപ്പോൾ 2ന്റെ ട്വൈസ് എത്രയാണ്? 4 ആണ്. ഈ 4ലൂടെ ഏത് നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 6 കിട്ടുക? 4ലൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 6 കിട്ടുക? യെസ്. ഇവിടെ ആണെങ്കിൽ കാർബൺ 3ന്റെ ട്വൈസ് എത്രയാണ്? 6 ആണ്. ഈ 6ലൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക? 6ലൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 8 കിട്ടുക? അപ്പൊ നമുക്ക് പറയാം കാർബണിന്റെ നമ്പറിന്റെ ട്വൈസിന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഹൈഡ്രജന്റെ നമ്പർ കിട്ടുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ നമ്പർ n ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എത്രയായിരിക്കും? കാർബണിന്റെ ട്വൈസ്, എന്നിന്റെ ട്വൈസ് പറഞ്ഞാൽ 2n, അതിന്റെ കൂടെ പ്ലസ് 2 കൂടി ആഡ് ചെയ്ത് നമുക്ക് ഹൈഡ്രജന്റെ നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ജനറൽ ഫോർമുല എഴുതാം. ആൽക്കെയിൻസിന്റെ കേട്ടോ, ആൽക്കെയിൻസിന്റെ ഒരു ജനറൽ ഫോർമുല എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം കാർബൺ n ആണെങ്കിൽ ഹൈഡ്രജൻ H2n+2 ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും നമ്മളെ ജനറൽ ഫോർമുലയാണ്. ഏതിന്റെ? ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല CnH2n+2. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ സാച്ചുറേറ്റഡ് കഴിഞ്ഞു. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ പറഞ്ഞാൽ അവിടെ സിംഗിൾ ബോണ്ട് ആണ്, ആൽക്കെയിൻസ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ആളെ എന്താണ് പഠിക്കേണ്ടത്? ഹൈഡ്രോകാർബൺസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡും ഒന്ന് അൺസാച്ചുറേറ്റഡും. അപ്പൊ നമുക്ക് ഇനി അൺസാച്ചുറേറ്റഡ് എന്താ നോക്കാം. സാച്ചുറേറ്റഡിൽ നമ്മൾ പറഞ്ഞു സിംഗിൾ ബോണ്ട് ആണെന്ന്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് എന്തായിരിക്കും? ബാക്കിയുള്ള ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഇതിലാണ് വരുന്നത്? അൺസാച്ചുറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. കാർബൺസ് തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് എന്താണ്? സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇനി അവർ തമ്മിൽ എന്താണ്? ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ അത് നമുക്ക് പറയാം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയാം. Hydrocarbons having double bond or triple bond between carbon atoms are commonly known as unsaturated hydrocarbons. അപ്പോൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ്. ഇനി നമുക്ക് പേജ് നമ്പർ 158 നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ 8.3 നമുക്ക് നോക്കാം. അവിടെ നേരത്തെ പോലെ തന്നെ എന്താണ്? ഡബിൾ ബോണ്ട് ഉള്ള ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് കാർബൺസ് നമ്മൾ കണ്ടൻസ് ഫോർമുല എഴുതണം, അതുപോലെ സ്ട്രക്ചർ വരയ്ക്കണം, അതുപോലെ അതിന്റെ മോളിക്കുലർ ഫോർമുലയും എഴുതണം. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ആവണ സമയത്ത് എന്തുണ്ടാവും? ഒരു കാർബൺ മാത്രം വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമ്പർ ഓഫ് കാർബൺസ് 1 ആകുമ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റില്ല. ഒരു കാർബൺ മാത്രം വെച്ച് ഡബിൾ ബോണ്ട് അടുത്ത കാർബൺ കൊടുക്കണ്ടേ? രണ്ട് കാർബണുകൾ തമ്മിലാണ് ഡബിൾ ബോണ്ട് ഉണ്ടാവുക.
അപ്പോൾ എപ്പോഴും നമ്പർ ഓഫ് കാർബൺസ് 2ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഡബിൾ ബോണ്ട് ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും. അപ്പോൾ ഇതാ 2 കാർബൺസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്? ഡബിൾ ബോണ്ടാണ്. ഇതാ, അപ്പോൾ ഈ 2 ഹാൻഡ്സ് ഇയാൾ തമ്മിൽ കൊടുത്തു. ഇനി ബാക്കി ഫ്രീ ആയിട്ട് എത്രയേ ഉള്ളൂ? ഈ 2 കൊടുത്താൽ ഇവിടെ 3 4, ഇവിടെ തന്നെ 3 4. ഇനി ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ എല്ലാം നമ്മൾ ഹൈഡ്രജനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഫസ്റ്റ് എന്ത് വരയ്ക്കുന്നത്? സ്ട്രക്ചറായി. ഇനി കണ്ടൻസ് ഫോമുലയും മോളിക്കുലർ ഫോമുലയും എഴുതണം. അപ്പോൾ ഇവിടുത്തെ കണ്ടൻസ് ഫോമുല എഴുതുമ്പോൾ ആദ്യം എന്താണ്? ആദ്യം സി ഉണ്ട്, ഒരു കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ CH2 എഴുതി. ഇനി ഇവിടുത്തെ ബോണ്ട് എങ്ങനെയുള്ള ബോണ്ടാ? ഡബിൾ ബോണ്ടാണ് അല്ലേ? ആ ഡബിൾ ബോണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ കാണിച്ചു. ഇവിടെയും എന്തുണ്ട്? സി ഉണ്ട്, 2 ഹൈഡ്രജൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതുമ്പോൾ എങ്ങനെയാണ്? എത്ര കാർബൺസ് ആണ്? 2 കാർബൺസ്. ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണ്? 2 + 2 4. അപ്പോൾ H4 കിട്ടും. ഇനി 3 കാർബൺസ് ആകുമ്പോഴുള്ള കേസ് നമുക്ക് നോക്കാം. 3 കാർബണുകൾ നമ്മൾ ഇട്ടു. ഇനി ഫസ്റ്റുള്ള കാർബൺസ് തമ്മിൽ എന്താണ്? ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇതാ ഇവർ തമ്മിൽ ഡബിൾ ബോണ്ട്, ഇയാൾ സിംഗിൾ ബോണ്ട്. ഇനി നമുക്ക് എത്ര ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം നോക്കാം. ഈ കാർബണിന് 2 എണ്ണം ഇങ്ങോട്ട് കൊടുത്തു. ബാക്കി എത്രയുള്ളത്? ബാക്കി 2 എണ്ണയിലുള്ളത്. അപ്പോൾ ഒരാളെവിടെ വരച്ചു, ഒരാളെവിടെ വരച്ചു. ഒരു H ഇവിടെ കൊടുത്തു, ഒരു H ഇവിടെ കൊടുത്തു. ഇനി ഈ കാർബൺ നോക്ക്, 2 എണ്ണം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, 1 ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി? ടോട്ടൽ 3 എണ്ണം അയാൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എത്രയാണ്? ബാക്കി ആൾക്ക് 1 മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ആ 1 ഇവിടെ കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, താഴേക്ക് വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഈ കാർബണിന് ഒരു ഹാൻഡ് മാത്രമേ ഇങ്ങോട്ട് കൊടുത്തുള്ളൂ. ഇനി ബാക്കി എത്ര ഉണ്ട് ഫ്രീ ആയിട്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? എന്നാലേ 4 ആവുള്ളൂ. അപ്പോൾ അതിനിതാ ബാക്കി 3 ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇയാളുടെ കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഒരു കാർബൺ, അതിൻ്റെ കൂടെ എത്രയാണ്? 2 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം നമ്മൾ CH2. ഇനി ഡബിൾ ബോണ്ട് നമ്മൾ കാണിച്ചു. അടുത്തത് നോക്ക്, സിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ CH. ഓക്കെ. ഇനി ഇയാളുടെ കൂടെ എന്താണ്? എത്രയുണ്ട്? 3 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ CH3. ഇനി ഇവിടുത്തെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ എത്ര കാർബൺസ് ഉണ്ട് ഇവിടെ? 3 കാർബൺസ്. ഹൈഡ്രജൻ ആണെങ്കിലോ 2 + 1 3, 3 + 3 6. H6 ആയിട്ട് മാറി. ഇനി കാർബൺ 4 ആകുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ 4 കാർബൺസിന് ഇട്ട് കൊടുത്തു. 1 2 3 4. ഫസ്റ്റ് 2 കാർബണുകൾ തമ്മിൽ ഡബിൾ ബോണ്ട്, ബാക്കിയുള്ളവർ തമ്മിൽ സിംഗിൾ ബോണ്ട്. ഇനി എത്ര ഹൈഡ്രജൻസ് വെച്ച് കൊടുക്കണം നോക്കാം. ഈ കാർബണിൻ്റെ കേസ് എടുക്കുമ്പോൾ 2 ആൾ ഇങ്ങോട്ട് കൊടുത്തു. ബാക്കി എത്രയാണ്? ആകെ ടോട്ടൽ 4 അല്ലേ? അപ്പോൾ 3 4. ഇനി ഇയാൾ നോക്കുമ്പോൾ ഇയാൾ ഇതാ 2 എണ്ണം ഇവിടേക്കും 1 ഇവിടേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 1 ഉള്ളൂ. ബാക്കി എത്രയുണ്ട്? ആകെ 1 മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഇനി ഇയാളുടെ കേസിൽ 1 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 4. ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ 2 3 4. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഹൈഡ്രജൻസിനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കണ്ടൻസ് ഫോമുല ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ അല്ലേ? അപ്പം നമുക്ക് എഴുതാം CH2. അടുത്ത കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം? CH എഴുതാം. ഇനി 3rd കാർബണിൻ്റെ കൂടെ 4th കാർബണിൻ്റെ കൂടെയും ആദ്യം 3rd നോക്കാം. 3rd കാർബണിൻ്റെ കൂടെ എത്രയുണ്ട്? 2 ആണ്. അപ്പോൾ CH2. 4th കൂടെ എത്രയാണ്? 1 2 3 ഉണ്ട്. അപ്പോൾ CH3. സിമ്പിൾ അല്ലേ എഴുതാനും? നമുക്ക് നോക്കി എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോമിൽ നോക്കുമ്പോൾ ഇവിടെ എത്ര കാർബൺസ് ഉണ്ട്? 4 കാർബൺസ് ആണ്. ഇനി ഹൈഡ്രജൻ എത്ര നോക്കാം? 2 1 2 + 1 3, 3 + 2 5, 5 + 3 8. അപ്പോൾ H8 കിട്ടി. ഇനി ഇപ്പോൾ 4 കാർബൺസിൽ എഴുതിയത്. ഇനി നമുക്ക് 5 കാർബൺസ് നോക്കുമ്പോൾ 1 2 3 4 5. ഫസ്റ്റ് ആൾ ഡബിൾ ബോണ്ട്, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്. നേരത്തെ പോലെ തന്നെ ഇയാൾക്ക് 2 എണ്ണം ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 4. ഇയാൾക്ക് 1 2 3 ആയി 4 മാത്രം. ഇയാൾക്ക് 1 2 ഉണ്ട് 3 4. ഇയാൾക്ക് 1 2 ഉണ്ട് 3 4. ഇയാൾക്ക് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 3 4. ഇനി എന്ത് ചെയ്യാം? ഹൈഡ്രജൻ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവരുടെ കണ്ടൻസ് ഫോമിൽ എഴുതണം. അപ്പോൾ ഫസ്റ്റ് ആള് രണ്ട് ഹൈഡ്രജൻ CH2 ഡബിൾ ബോണ്ടാണ്. ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് കാണിക്കണേ നേരത്തേൽ. ഇനി ഡബിൾ ബോണ്ട്. ഇനി ഈ കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ CH സിംഗിൾ ബോണ്ട്. മൂന്നാമത്തെ ആളുടെ കൂടെയും നാലാമത്തെ ആളുടെ കൂടെയും 2 ഹൈഡ്രജൻ വീതം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് CH2 ലാസ്റ്റ് ആളുടെ കൂടെ 3 ഉണ്ട്, CH3. ഇനി നമുക്കിവിടെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ എത്ര കാർബൺസ് ഉണ്ട്? C5 ആണ്. ഹൈഡ്രജൻ ആണെങ്കിലോ 2 + 1 3, 3 + 2 5, 5 + 2 7, 7 + 3 10. അപ്പോൾ C5 H10 കിട്ടി.
ഇനി നമുക്ക് കാർബണ് 6 ആകുമ്പോൾ നോക്കാം. കാർബണിൻ്റെ നമ്പർ 6. അപ്പോൾ 1 2 3 4 5 6. ഫസ്റ്റ് ആൾ ഡബിൾ ബോണ്ട്, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്. നമുക്ക് ഇവിടെ 2 1 2 ആയി 3 4. ഇനി ഇയാളുടെ കേസിൽ 1 2 3 4 ആയി. 1 2 3 4 1 2 3 4 1 2 3 4 1 ആയി 2 3 4. ഇനി എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ചേട്ടന്മാരെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടൻസ് ഫോമിൽ എഴുതി വെക്കാം. ഫസ്റ്റ് സി കാർബൺ, ഞാൻ താഴെ എഴുതാം കേട്ടോ. ഫസ്റ്റ് കാർബണിന്റെ കൂടെ 2 ഹൈഡ്രജൻ, അപ്പോൾ CH2 ഡബിൾ ബോണ്ട്. അടുത്തത് ഒരു കാർബണും ഒരു ഹൈഡ്രജനും CH. ഇനി നമുക്ക് 1 2 3 ഈ 3 കാർബണിന്റെ കൂടെയും 2 ഹൈഡ്രജൻ വീതമാണ്. അപ്പം നമുക്ക് CH2 CH2 CH2. ലാസ്റ്റ് കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻ, അപ്പോൾ CH3. നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ C6 ആണ്, കാർബൺ 6. ഹൈഡ്രജൻ ആണെങ്കിൽ 2 + 1 3 + 2 5 5 + 2 7 + 2 9 9 + 3 12 H12 കിട്ടി. ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ആ ടേബിൾ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ഇങ്ങനെ ഹൈഡ്രോകാർബൺസ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ് ആർ കാൾഡ് ആൽക്കീൻസ്. ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഒരു ഡബിൾ ബോണ്ടെങ്കിലും വരുമ്പോൾ നമ്മൾ ഇവർക്ക് പേര് പറയും ആൽക്കീൻസ്. നേരത്തെ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ നമ്മൾ പറയും ആൽക്കെയിൻ. ആൽക്കെയിൻ KANE പറഞ്ഞു. ഇവിടെ ആൽക്കീൻ KENE ആണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഹൈഡ്രോകാർബൺസ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് വരുമ്പോൾ നമുക്ക് പറയാം ഇതെന്താണ്? ആൽക്കീൻസ് ആണ്. ഇനി പേജ് നമ്പർ 158 തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ടേബിൾ നമ്മളിപ്പോൾ വരച്ചില്ലേ, ഇവരെ അനലൈസ് ചെയ്തിട്ട് പറയാനാണ് പറഞ്ഞത്. അതായത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ആൽക്കീൻസ്. കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. കാർബൺ 2 ആകുമ്പോൾ ഹൈഡ്രജൻ 4, കാർബൺ 3 ആകുമ്പോൾ ഹൈഡ്രജൻ 6, കാർബൺ 4 ആകുമ്പോൾ ഹൈഡ്രജൻ 8. എന്താണ് ഇതിൻ്റെയൊക്കെ ഡബിൾ ആണ് വരുന്നത് അല്ലേ? ഇതിന്റെ ഡബിൾ 2ന്റെ ഡബിൾ 4, 3ന്റെ ഡബിൾ 6, 4ന്റെ ഡബിൾ 8, 5ന്റെ ഡബിൾ 10, 6ന്റെ ഡബിൾ 12. അങ്ങനെയല്ലേ വരണത്? അപ്പോൾ നമ്മൾ എന്നാണ് കാർബണിന്റെ എണ്ണം ആക്കി എടുത്തോന്ന് വിചാരിക്കാം. കാർബണിന്റെ നമ്പർ ആക്കിയാൽ ഹൈഡ്രജൻ എത്രയായിരിക്കും? N + N, അതായത് 2N അല്ലേ? കാർബൺ N ആണെങ്കിൽ ഹൈഡ്രജൻ 2N വരും. മനസ്സിലായോ? അപ്പം എന്താണ് ഇവിടെ? അപ്പം നമുക്ക് പറയാം. ഇവിടുത്തെ കേസിൽ കാർബൺ N ആണെങ്കിൽ ഹൈഡ്രജൻ 2N വരും. അപ്പോൾ ഇവിടുത്തെ ഒരു ജനറൽ ഫോർമുല, ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കാർബൺ N ആണെങ്കിൽ ഹൈഡ്രജൻ 2N. ഇതാണ് നമ്മളെ ആൽക്കീൻസിൻ്റെതാ ഇയാളുടെ ജനറൽ ഫോർമുല. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? CnH2n + 2. ഇതിൻ്റെയാണ് ആൽക്കെയിൻ. ഇത് ആൽക്കീൻ്റെ ആണെങ്കിൽ CnH2n ആണ്. ഓക്കെ. ഇനി നമുക്ക് അപ്പം നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡിൽ ഡബിൾ ബോണ്ടും വരുന്നുണ്ട്, ട്രിപ്പിൾ ബോണ്ടും വരുന്നുണ്ട്. സാച്ചുറേറ്റഡിലാണ് സിംഗിൾ ബോണ്ട്. ഇപ്പം നമ്മൾ ഡബിൾ ബോണ്ടിൻ്റെ കഴിഞ്ഞു. ഇനി നമ്മൾ ആരെ നോക്കണം? നമുക്ക് ട്രിപ്പിൾ ബോണ്ടിനെയും കൂടി നോക്കണം. അതിന് പേജ് നമ്പർ 159 ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ 8.4. ആ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്പർ ഓഫ് കാർബൺ 2 എണ്ണായിട്ടേ പറ്റുള്ളൂ. ട്രിപ്പിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ടല്ല. കാരണം 2 കാർബൺസ് വേണം. ഇവർ തമ്മിൽ എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അത് 3 ലൈൻസ് വരയ്ക്കണം. അപ്പോൾ 3 ലൈൻസ് കഴിഞ്ഞാൽ ഇനി ഇയാളുടെ കൂടെ 3 എണ്ണം കൊടുത്തു. ബാക്കി എത്രയും ഉണ്ടാവുള്ളൂ? 1 ഉണ്ടാവുള്ളൂ. ആ 1 നമുക്ക് ഇവിടെ എഴുതാം H. ഇങ്ങോട്ട് ഇയാളുടെ 3 എണ്ണം കഴിഞ്ഞ് ഇങ്ങോട്ട് H. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഇതിൻ്റെ നമുക്ക് കണ്ടൻസ് ഫോമിൽ എഴുതണം, മോളിക്കുലർ ഫോമിൽ എഴുതണം. അപ്പോൾ കണ്ടൻസ് ഫോമിൽ എഴുതാൻ സമയത്ത് നമുക്ക് ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ. അപ്പം നമ്മൾ CH എന്ന് എഴുതി. ഇനി ഇടയിലെ ബോണ്ട് എങ്ങനെയാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. എന്നിട്ട് പിന്നെ ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ CH. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ എത്ര കാർബൺസാ? കാർബൺ 2 ആണ്. ഹൈഡ്രജൻ എത്രയാണ്? ഹൈഡ്രജന് 2 ആണ്. ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ 2 കാർബൺസ് കഴിഞ്ഞ് 3 കാർബൺസ് ആകുമ്പോൾ 1 2 3. അപ്പോൾ കാർബൺസ് തമ്മിൽ എന്താണ്? ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ 1 2 3 ഇവിടെ സിംഗിൾ ബോണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് കാർബണ് 3 എണ്ണം ഇങ്ങോട്ട് കൊടുത്തു. ബാക്കി എത്രയുള്ളത്? 1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1 ഇവിടെ കൊടുത്തു, ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഇനി നടുക്കിന് ആളെ കൊടുത്തു നോക്ക്.
1 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്, ടോട്ടൽ 4 ആയി. ഇനി ഹൈഡ്രജനായിട്ട് കൈ കൊടുക്കാനായിട്ട് കൈ ബാക്കിയുണ്ടോ ഈ കാർബണിന്? ഇല്ല. ഈ കാർബണ് 4 കൈയും ബിസി ആയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട്. അപ്പോൾ ഈ കാർബണ് ഹൈഡ്രജൻ കൊടുക്കണ്ട. ഇനി ഈ കാർബണിന്റെ നമുക്ക് 1 ഇങ്ങോട്ട് കൊടുത്തുള്ളൂ, ബാക്കി എത്രയുണ്ട്? 3 ഉണ്ട് അല്ലേ. അപ്പോൾ H. ഇനി നമുക്ക് ഇവിടെ കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ആണ് CH, അത് അതുപോലെ എഴുതി. ട്രിപ്പിൾ ബോണ്ട് ആണ് വരച്ചു. ഈ കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? C മാത്രം എഴുതുക. ഇനി അടുത്തത് സിംഗിൾ ബോണ്ട് ആണ്, കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻ ആണുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ കാർബൺ എത്രയുണ്ട്? C3 ആണ്. ഇനി ഹൈഡ്രജൻ എത്രയുണ്ട്? 1, പിന്നെ ഇവിടെ 3, അപ്പോൾ എത്രയാണ്? 4 ആയി. അപ്പോൾ H4 ആയി. ഇനി കാർബൺ ഇപ്പോൾ 4 ആണ്. അപ്പോൾ 1 2 3 4. ഫസ്റ്റ് ഇതാ ട്രിപ്പിൾ ബോണ്ട്, പിന്നെ 2 സിംഗിൾ ബോണ്ട്. ഇനി ഫസ്റ്റത്തെ ആൾക്ക് 3 എണ്ണം ഇവിടെ ബിസിയാണ്, ബാക്കി 1 മാത്രമേ ഉള്ളൂ ഇവിടെ. ഇനി ഈ സെക്കൻഡ് ആൾക്ക് 3 ഇവിടെ ഉണ്ട്, 1 and 4 കഴിഞ്ഞു. ഈ തേർഡ് ആൾക്ക് 1 2 ആയി. ഇനി 3 4, ഇവിടെ 1 ഇട്ട് കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഇനി ഇയാൾക്ക് 1 ബാക്കി ഇവിടെ ഉണ്ട്, 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 3 4. ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ആള് ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ, CH, ട്രിപ്പിൾ ബോണ്ട് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ കാർബൺ തനിയെ ഇരിക്കുകയാണ്, ഹൈഡ്രജൻ ഇല്ലാതെ. അതിന് അങ്ങനെ തന്നെ എഴുതി. അടുത്ത ആൾക്ക് ഒരു കാർബൺ 2 ഹൈഡ്രജൻ, CH2. അടുത്ത ആൾക്ക് ഒരു കാർബൺ എത്രയാണ്? 3 ഹൈഡ്രജൻ, CH3. അപ്പോൾ നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ എത്ര കാർബൺ ആണ് ഇവിടെ ഉള്ളത്? 4 ആണ്. 4 കാർബൺസ് ആണ്. ഹൈഡ്രജൻ ആണെങ്കിലോ 1 1 + 2 3 3 + 3 6, H6 കിട്ടി. ഇനി അടുത്ത കേസിൽ കാർബൺ ഇപ്പോൾ നമ്മൾ 4 കാർബൺ അല്ലേ എഴുതി. ഇനി 5 ആകുമ്പോൾ 5 കാർബൺസ് ആകുമ്പോൾ 1 2 3 4 5. ഫസ്റ്റ് ആള് ട്രിപ്പിൾ ബോണ്ട്, പിന്നെ എല്ലാം സിംഗിൾ ബോണ്ട്. ഫസ്റ്റ് ആൾക്ക് 3 ഹാൻഡ്സോടെ ബിസിയാണ്, ബാക്കി ഒന്നും കൂടി ഉള്ള ഇവിടെ. ഇയാൾക്ക് 4 ഹാൻഡ്സും ബിസിയാണ്, 1 2 3 4 ആയി. ഇയാൾക്ക് 1 2 ആയിട്ടുള്ളൂ, 3ഉം 4ഉം ദാ ഇവിടെ ഉണ്ട്. ഇയാൾക്കും 1ഉം 2 മാത്രമേ ഉള്ളൂ, അപ്പോൾ 3ഉം 4ഉം ഇവിടെ വരയ്ക്കാം നമുക്ക്. ഇയാൾക്ക് ആകെ 1 ആയിട്ടുള്ളൂ, അപ്പോൾ 2 3 4. അപ്പോൾ നമുക്ക് ഇനി കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് കാർബൺ, അതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ, ട്രിപ്പിൾ ബോണ്ട്. കാർബൺ തനിയെ നിൽക്കുന്ന കാർബൺ മാത്രം ഇവിടെ എഴുതി. അടുത്തത് 2 കാർബൺസ്, അടുത്ത 2 കാർബൺസ് എന്താണ്? CH2 ആണ് അല്ലേ. ഒരു കാർബൺ 2 ഹൈഡ്രജൻ, അങ്ങനെയല്ലേ. അപ്പോൾ CH2. ലാസ്റ്റിലെ ആൾക്ക് CH3 ഉണ്ട്. ഇനി നമുക്ക് മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ എത്ര കാർബൺസ് ആണുള്ളത്? 5 കാർബൺസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻ ആണ്? 1 1 + 2 3 3 + 2 5 5 + 3 8. ഇതുപോലെ 6 കാർബൺസ് ഉള്ളത് നിങ്ങൾ തനിയെ എഴുതി നോക്കാം. ഇങ്ങനെ ഇതേപോലെ തന്നെ ഫസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം, ഇതുപോലെ കൊടുക്കാം. എന്താ സിമ്പിൾ അല്ല. നമുക്ക് 6 അല്ല, ഏത് നമ്പർ വന്നാലും നമുക്ക് എങ്ങനെ വേണം ഇത് എഴുതാൻ പറ്റില്ലേ. നമുക്ക് ഏത് ബോണ്ടാന്ന് കണ്ടിട്ട് കാർബൺ 4 എണ്ണം വേണം, 4 കൈകൾ വേണം, അത്രയേ ഉള്ളൂ. അതിലൊക്കെ എന്താണ് ഫില്ലാക്കി കൊടുത്തിട്ട് എത്ര ഉണ്ട് ഇതുപോലെ എഴുതി വെച്ചാൽ നമുക്ക് കണ്ടൻസ് ഫോമിൽ മോളിക്കുലർ ഫോമിൽ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണ്ടേ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അവിടെ പേജ് നമ്പർ 159 തന്നെ ഇതാ അവിടെ അനലൈസ് ടേബിൾ 8.4 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഇൻ ദീസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ട്വൈസ് ദാറ്റ് ഓഫ് കാർബൺ ആറ്റം. ഇവിടെ കാർബണിന്റെ ടോയ്സ് ആണോ ഹൈഡ്രജൻ? 2ന്റെ ടോയ്സ് ആണ് 2, അല്ലെങ്കിൽ 3ന്റെ ടോയ്സ് ആണോ 4? അല്ല. ഇവിടെ 6 ആണെങ്കിലാണ് ഇവിടെ ടോയ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇരട്ടിയല്ല, 3ഉം 4ഉം ആണ്, 4ഉം 6ഉം ആണ്, 5ഉം 8ഉം ആണ്. ഇതൊന്നും ഇതിന്റെ കാർബണിന്റെ ടോയ്സ് അല്ല ഹൈഡ്രജൻ. ഇനി അടുത്ത ക്വസ്റ്റിനോട് തന്നിരിക്കുന്നത് എന്താണ്? വാട്ട് നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ട്വൈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ടു ഗെറ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ഈച്ച് ഓഫ് ദീസ്. ഇവിടെ ഏത് നമ്പറാണ് നമ്മളിവിടെ സബ്സ്ട്രാക്ട് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ കാർബണിന്റെ ടോയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4ൽ നിന്നും ഏത് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടുക? 4ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹൈഡ്രജന്റെ 2 കിട്ടും അല്ലേ. ഇനി ഇവിടെ കാർബൺ 3ന്റെ ടോയ്സ് പറഞ്ഞാൽ 3 + 2 എത്രയാണ്? 6 ആണ്. ഈ 6ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഹൈഡ്രജന്റെ 4 കിട്ടുക. അതേപോലെ തന്നെ ഇവിടെ കാർബൺ 4, ഈ 4ന്റെ ടോയ്സ് എന്ന് പറഞ്ഞാൽ 8. 8ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഹൈഡ്രജന്റെ 6 കിട്ടുക. ഇവിടെ കാർബൺ 5ന്റെ ടോയ്സ് 10. ഈ 10ൽ നിന്നും എത്ര മൈനസ് ചെയ്യുമ്പോഴാണ്? 2 മൈനസ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക. അപ്പോൾ നോക്കി ഇവിടെ എന്താണ് ഇവരുടെ റിലേഷൻ? കാർബണിന്റെ ടോയ്സിൽ നിന്നും 2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ കിട്ടും. കാർബണിന്റെ നമ്പറിന്റെ ട്വൈസിൽ നിന്നും ഒരു 2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ നമ്പർ കിട്ടും. അങ്ങനെയല്ലേ ഇവിടെ വന്നത്? യെസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ജനറൽ ഫോമുലയായിട്ട് എങ്ങനെ എഴുതാമെന്നറിയോ? ജനറൽ ഫോമുല നമുക്ക് എഴുതാം. കാർബൺ N ആണെങ്കിൽ ഹൈഡ്രജൻ 2N - 2 വരും.
ഹൈഡ്രജൻ എങ്ങനെ വരിക 2n-2 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കാർബൺ n ആണെങ്കിൽ ഹൈഡ്രജൻ H2n-2 ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ഇയാൾക്കൊരു പേര് കൊടുക്കണ്ടേ? ഇയാൾക്ക് നമ്മൾ ആൽക്കീൻ കൊടുത്തു, അതിനു മുമ്പ് ആൽക്കെയിൻ കൊടുത്തു. അപ്പോൾ ഇയാളുടെ പേരാണ് ആൽക്കൈൻ. നേരത്തെ ഫസ്റ്റ് വൺ ANE, അടുത്ത വൺ ENE, അടുത്ത ആള് YNE. നമുക്ക് എഴുതാം. അപ്പോൾ ഹൈഡ്രോകാർബൺസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്, ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ് ആർ കാൾഡ് ആൽക്കൈൻ. അപ്പോൾ നമ്മൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഒരു അമ്മ പെറ്റ 3 മക്കൾ പോലെ അല്ലേ? 3 പേർക്ക് നമുക്ക് മാച്ച് ആയിട്ടുള്ള പേരില്ലേ? നമ്മൾ അച്ഛൻ്റെ അമ്മൻ്റെയും മക്കൾക്ക് നമ്മൾ ഒരേ മാച്ച് ആയിട്ടുള്ള പേരിടും. അതേപോലെ ഹൈഡ്രോകാർബണിൻ്റെ 3 മക്കൾസാണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പോൾ നമുക്ക് 3 പേര് ഒന്നും കൂടി എഴുതി നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ആൽക്കെയിൻ, ALKANE. ആൽക്കെയിൻ്റെ ജനറൽ ഫോമിൽ എങ്ങനെ എഴുതിയ? CnH2n+2 എഴുതി. അടുത്തതാണ് ആൽക്കീൻ, ALKENE. ആൽക്കീൻ ജനറൽ ഫോമിൽ CnH2n എഴുതി. അടുത്തതാണ് ആൽക്കൈൻ, KYNE. അപ്പോൾ ആൽക്കൈൻ ആണ് ജനറൽ ഫോമുല CnH2n-2. അപ്പോൾ എന്താണ്? 3 പേരുടെയും ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇയാൾ മാത്രം എന്താണ്? സാച്ചുറേറ്റഡ് ആണ്. ഇയാൾ 2 പേരും അൺസാച്ചുറേറ്റഡ് ആണ്. ഇയാൾക്ക് സിംഗിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്, ഇത് ട്രിപ്പിൾ ബോണ്ടാണ്. ഇത്രയും മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.